അനശ്വരനായ യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും അതിശയമുള്ള നാമത്തിൽ ആഗതരായിരിക്കുന്ന ഏവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ ആദ്യമായി അറിയിച്ചു കൊള്ളുകയാണ്. ഇതരമത വിമർശനത്തിലൂടെ ഇസ്ലാം മത പ്രഘോഷണം നടത്തുന്ന നിഷ് ഓഫ് ട്രൂത്ത് എന്ന ഇസ്ലാമിസ്റ്റ് സംഘടനയ്ക്ക് മറുപടി പറയുക എന്ന ദൗത്യവുമായാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇതര മതങ്ങളെ രൂക്ഷമായി വിമർശിക്കുന്ന ഈ ഇസ്ലാമിസ്റ്റ് സംഘടന പലപ്പോഴും അവർക്ക് മറുപടി പറയുമ്പോൾ അവരുടെ പക്ഷത്തു നിന്നുള്ള പ്രതികരണം അത് പ്രോത്സാഹനജനകം ആയിരുന്നില്ല. ഉദാഹരണമായി കൊച്ചി ടൗൺ ഹാളിൽ ഞങ്ങൾ ഇതേപോലെ ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തപ്പോൾ അവിടെ നിഷ് ഓഫ് ട്രൂത്തിന്റെ അല്ലെങ്കിൽ ഇതര മുസ്ലിങ്ങൾ വന്ന് എന്തോ പരസ്യമായി ഞങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ഒരു വെല്ലുവിളി നടത്തി ഒരു അഭിനയം അവിടെ ഉണ്ടാക്കി. എന്നാൽ ഈ വെല്ലുവിളിച്ചവരെ ആരെയും പ്രോഗ്രാം കഴിഞ്ഞ ശേഷം ഒരു സംവാദത്തിന് പിന്നീട് കണ്ടിട്ടില്ല. നിലമ്പൂരിൽ അതേപോലെ ഞങ്ങൾ നടത്തിയ പ്രോഗ്രാമിൽ നിഷ് ഓഫ് ട്രൂത്തിന്റെ സ്നേഹ സംവാദം വാരികയിലെ ഒരു പ്രമുഖ എഴുത്തുകാരൻ സംഘം ചേർന്ന് വന്ന് ഞങ്ങളുടെ പ്രോഗ്രാം തടസ്സപ്പെടുത്തുവാനായി ശ്രമിച്ചു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ക്രൈസ്തവരുടെ മാതൃകാപരമായ ക്ഷമാശീലം കാരണം അന്ന് അവിടെ ഒരു പ്രശ്നവും ഉണ്ടാകാതെ പ്രോഗ്രാം മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. ഇതേപോലെ ജനാബ് എം അക്ബർ മൗലവി എഴുതിയ ജനാബ് എം അക്ബർ മൗലവി എഴുതിയ ട്രാക്ടിന് വിമർശന ബുക്ക്ലെറ്റിന് ഒരു ട്രാക്ട് രൂപേണ മറുപടി പറഞ്ഞതിന് നെയ്യാറ്റിങ്കര വളരെയേറെ ആക്രമണം ഉണ്ടായി. അതുപോലെ തന്നെ ചുങ്കപ്പാറയിൽ ഒരു പാസ്റ്റർ അദ്ദേഹത്തിന്റെ അറിവ് പ്രകാരം ഒരു മറുപടി പുസ്തകം എഴുതിയതിന് ആരാധനാലയം പോലും ഈ ഇസ്ലാമിസ്റ്റുകൾ കടന്ന് ആക്രമിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയെല്ലാം അക്രമത്തിന്റെ മാർഗം സ്വീകരിക്കുന്ന ഇവർക്ക് ഞങ്ങൾ മറുപടി പറയുന്നത് സ്നേഹത്തിന്റെ ഭാഷയിൽ സമാധാനത്തിന്റെ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടാണ്. അതിന് ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത് ഞങ്ങളുടെ വേദപുസ്തകവും ഇന്ത്യൻ ഭരണഘടനയുമാണ്. വേദപുസ്തകത്തിൽ 1 പത്രോസ് 3:15 ഇപ്രകാരം ഞങ്ങൾ വായിക്കുന്നു: നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും ഉണ്ട്, പ്രതിവാദം പറയുവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പീൻ. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 51A(h) പ്രകാരം എല്ലാ കാര്യങ്ങളിലും അന്വേഷണത്തിന്റെ ഒരു മനോഭാവം വളർത്തിയെടുക്കുക എന്നുള്ളത്, എല്ലാ വിഷയങ്ങളിലും അന്വേഷണത്തിന്റെ മനോഭാവം വളർത്തിയെടുക്കുക എന്നുള്ളത് ഒരു ഉത്തമ പൗരന്റെ കടമയാണ്, അവകാശമല്ല, കടമയാണ്. അത് നിർവഹിക്കേണ്ട കടമയാണ്. ബൈബിളിന്റെ കീഴിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ഈ ഇസ്ലാമിസ്റ്റ് സംഘടനയ്ക്ക് ഞങ്ങൾ ഇന്ന് മറുപടി നൽകുന്നത്. ഈ ഇസ്ലാമിസ്റ്റ് സംഘടന ഏതാനും 2 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു പ്രോഗ്രാം നടത്തിയപ്പോൾ പറയുകയുണ്ടായി, സാക്ഷി അപ്പോളജിസ്റ്റ് നെറ്റ്വർക്കുമായി സംവാദം നടക്കാതെ പോകുന്നത് ഒരു കരാർ പ്രാബല്യത്തിലുണ്ട്. ആ കരാർ പ്രാബല്യത്തിലുള്ളത് കൊണ്ട് ആ കരാർ റദ്ദാക്കുന്നിടം വരെയും മറ്റൊരു കരാർ വെച്ച് അവർ സംവാദത്തിന് തയ്യാറല്ല. ഇവരേത് കരാറിന്റെ കാര്യമാണ് പറഞ്ഞത് എന്ന് എനിക്കറിയില്ല. തുടർന്ന് ആ ഇസ്ലാമിസ്റ്റ് പ്രഭാഷകൻ പറയുകയുണ്ടായി, സ്നേഹിതൻ പറയുകയുണ്ടായി, ഇസ്ലാം വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു, ഒരു സത്യം ചെയ്താൽ, ഒരു കരാറ് ചെയ്താൽ അതേത് കാരണവശാലും മാറ്റുവാൻ പാടില്ല. ഇത് രണ്ടും തെറ്റാണ്. ആദ്യമേ തന്നെ ഈ 2 കാര്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞുകൊണ്ട് വിശുദ്ധ ബൈബിളിലെ വിഷയങ്ങളിലേക്ക് വരുവാനായിട്ടാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. സാക്ഷി അപ്പോളജിസ്റ്റ് നെറ്റ്വർക്കും നിഷ് ഓഫ് ട്രൂത്തും തമ്മിൽ ഔദ്യോഗികമായി ഒരു കരാറും ഇന്ന് പ്രാബല്യത്തിലില്ല. ഏതോ ചില സാക്ഷി അപ്പോളജിസ്റ്റ് നെറ്റ്വർക്കിന്റെ പ്രവർത്തകരോ നിഷ് ഓഫ് ട്രൂത്തിന്റെ പ്രവർത്തകരോ എത്തിച്ചേർന്ന ധാരണകൾ ഉണ്ടാകത്തില്ല. എന്നാൽ ഔദ്യോഗികമായി സാക്ഷി അപ്പോളജിസ്റ്റ് നെറ്റ്വർക്കിന്റെ പ്രതിനിധികൾ സെപ്റ്റംബർ 15, 2009 നിഷ് ഓഫ് ട്രൂത്തിന്റെ ഓഫീസ് സന്ദർശിക്കുകയും ഒരു കരാറിന്റെ കരട് രേഖ ചർച്ച ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് വാസ്തവം. കരാറിന്റെ കരട് രേഖ ചർച്ച ചെയ്തുവെങ്കിലും ഒരു തർക്ക വിഷയത്തിൽ, ഇസ്ലാമിന്റെ ആധികാരിക ഗ്രന്ഥങ്ങൾ എന്നുള്ള തർക്ക വിഷയത്തിൽ
ആ കരാർ സൈൻ ചെയ്യാതെ പിരിയുകയാണ് ഉണ്ടായത്. പ്രിയ സ്നേഹിതരെ, സഹോദരി സഹോദരന്മാരെ, കരാറ് സൈൻ ചെയ്യാതെ കരാറ് പ്രാബല്യത്തിൽ വരുമോ? കരാറിന്റെ കരട് രേഖ ചർച്ച ചെയ്തതുകൊണ്ട് അത് കരാറായിട്ട് മാറുമോ? ഇന്ന് സാക്ഷി അപ്പോളജിസ്റ്റ് നെറ്റ്വർക്കും നിഷ് ഓഫ് ട്രൂത്തും തമ്മിൽ പ്രാബല്യത്തിൽ ഒരു കരാറില്ല. ഇനി പ്രാബല്യത്തിൽ ഒരു കരാറുണ്ടെങ്കിൽ തന്നെ അത് പാലിക്കുവാൻ ഖുറാനിൽ കർക്കശമായ നിയമങ്ങളൊന്നുമില്ല. സൂറ 5:89 പറയുന്നത്, സത്യം ചെയ്ത് പറഞ്ഞ ശപഥം പാലിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ 3 ദിവസം ഉപവസിച്ചാൽ മതി എന്നാണ്. അഥവാ ഒരു സത്യം ചെയ്തിട്ട് ഇസ്ലാം പ്രകാരം അത് പാലിക്കുവാൻ കഴിയില്ലെങ്കിൽ 3 ദിവസം ഉപവസിച്ചാൽ മാത്രം മതി എന്നാണ് ഖുറാൻ പറയുന്നത്. എന്ന് മാത്രമല്ല, സഹീഹ് ബുഖാരി വോളിയം 6 ബുക്ക് 60 ഹദീസ് നമ്പർ 138, അന്നുവരെ ശപഥം ചെയ്ത എല്ലാ സത്യങ്ങളും, സത്യം ചെയ്ത് ശപഥം ചെയ്ത എല്ലാ കാര്യങ്ങളും പാലിച്ചിരുന്ന ഇസ്ലാമിന്റെ ആദ്യത്തെ ഖലീഫ അബൂബക്കർ ഖുറാന്റെ ഈ അധ്യാപനം കാരണം പിന്നീട് അദ്ദേഹം ചെയ്ത ശപഥങ്ങൾ പാലിക്കുവാൻ നിർബന്ധം കാട്ടിയിട്ടില്ല. ഇതേപോലെ തന്നെ ഇസ്ലാമിന്റെ പ്രവാചകനെ പറ്റിയും ഹസ്രത്ത് മുഹമ്മദിനെ പറ്റിയും സഹീഹ് അൽ ബുഖാരി വോളിയം 7 ബുക്ക് 67 ഹദീസ് നമ്പർ 427 പറയുന്നു, അദ്ദേഹം ശപഥം ചെയ്താലും അത് വേണ്ട എന്ന് വെക്കണമെങ്കിൽ അദ്ദേഹം വേണ്ട എന്ന് വെക്കുക തന്നെ ചെയ്യും. പ്രാബല്യത്തിലുള്ള കാര്യങ്ങൾ പോലും പാലിക്കുവാൻ നിർബന്ധം പറയാത്ത ഖുറാന്റെ കീഴിൽ നിന്നുകൊണ്ടാണോ ഈ ഇസ്ലാമിസ്റ്റ് സ്നേഹിതർ പറയുന്നത് പ്രാബല്യത്തിലില്ലാത്ത കരാർ ഞങ്ങൾ പാലിക്കുമെന്ന്? എന്തു തന്നെയും ആയിക്കോട്ടെ, ഈ പ്രിയ നിഷ് ഓഫ് ട്രൂത്ത് സ്നേഹിതന്മാരോട് ഞങ്ങൾ പറയുന്നത്, ഇനിയും ഒരു പുതിയ ചർച്ചയ്ക്ക് കരാറിന്റെ മറ്റൊരു കരട് രേഖ ചർച്ച ചെയ്യണമെങ്കിൽ അതിനും ഞങ്ങൾ തയ്യാറാണ്. സംവാദത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് നിഷ് ഓഫ് ട്രൂത്ത് ആണ്, സാക്ഷി അപ്പോളജിസ്റ്റ് നെറ്റ്വർക്ക് അല്ല. നിഷ് ഓഫ് ട്രൂത്ത് എന്ന് തയ്യാറായി വരുന്നുവോ അന്ന് നമുക്ക് പുതിയതായി തന്നെ ചർച്ച ചെയ്ത് ഒരു പുതിയ കരാറിന്റെ ഒരു കരട് രേഖയും കൂടെ ഉണ്ടാക്കി നമുക്ക് ഒരേപോലെ ഒരു വേദിയിൽ ഇരുന്നു കൊണ്ട് ഈ കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ്. എന്നാൽ അതിന് നിഷ് ഓഫ് ട്രൂത്ത് തയ്യാറല്ലാത്തത് കൊണ്ട് ഇപ്രകാരമുള്ള മറുപടി പ്രസംഗങ്ങൾ പറയുവാൻ ഞങ്ങൾ നിർബന്ധിതരാണ്. പ്രിയ സ്നേഹിതരെ, ഒന്നാമത്തെ വിഷയം ആ ഇസ്ലാമിസ്റ്റ് പ്രവാചകൻ ഇവിടെ പറയുകയുണ്ടായി, ഈ ഗാന്ധി പാർക്കിൽ തന്നെ പറയുകയുണ്ടായി, ഇസ്ലാമിന്റെ ആധികാരിക പ്രമാണങ്ങൾ ഏത് എന്നുള്ള വിഷയത്തിലാണ് തർക്ക വിഷയം. സാക്ഷി അപ്പോളജിസ്റ്റ് നെറ്റ്വർക്ക് നിഷ് ഓഫ് ട്രൂത്തിനോട് പറയുകയുണ്ടായി, ഇനിയും ഈ വിഷയത്തിൽ വേണമെങ്കിലും ഞങ്ങൾ ഒരു സംവാദത്തിന് തയ്യാറാണ്. കാരണം എന്ത്? കാരണം ഖുറാൻ പോലും അധ്യാപനം ചെയ്യാത്ത കാര്യങ്ങളെ പറ്റി നിർബന്ധം പിടിച്ചുകൊണ്ടാണ് ഈ നിഷ് ഓഫ് ട്രൂത്ത് സംഘടന സംവാദത്തിൽ നിന്ന് മാറി നിൽക്കുന്നത്. നിഷ് ഓഫ് ട്രൂത്തിന്റെ പ്രഭാഷകൻ ഇവിടെ പറയുകയുണ്ടായി, ചില കാരണങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചു. അദ്ദേഹം അവതരിപ്പിച്ചത് ഇന്ന കാരണങ്ങളാൽ ഞങ്ങൾ ഇസ്ലാമിന്റെ ഈ പുസ്തകങ്ങളെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഇബ്ൻ ഇഷാഖ്, ഇന്ന് ഞാൻ ഉദ്ധരിക്കാൻ പോകുന്ന ഇബ്ൻ ഇഷാഖിനെ പറ്റി അദ്ദേഹം ഉയർത്തിയ വിമർശനങ്ങൾ നിങ്ങളുടെ മുന്നിൽ ആദ്യമായി അവതരിപ്പിച്ച് അവയ്ക്കും ഒരു മറുപടി പറഞ്ഞ ശേഷം ഞാൻ എൻ്റെ വിഷയ അവതരണത്തിലേക്ക് കടക്കുകയാണ്. ഇബ്ൻ ഇഷാഖിനെ പറ്റി ഇസ്ലാമിസ്റ്റ് പ്രഭാഷകൻ പറഞ്ഞത്, ഇബ്ൻ ഇഷാഖ് എഴുതപ്പെട്ടത് ഹസ്രത്ത് മുഹമ്മദ് മരിച്ചു കഴിഞ്ഞ് 100 വർഷത്തിന് ശേഷമാണ്. ശരിയാണ്, ഹസ്രത്ത് മുഹമ്മദ് മരിച്ചു കഴിഞ്ഞ് 100 വർഷത്തിന് ശേഷമാണ് ഇബ്ൻ ഇഷാഖ് എഴുതപ്പെട്ടത്. ഈ ഇബ്ൻ ഇഷാഖ് 100 വർഷത്തിന് ശേഷം എഴുതപ്പെട്ടത് കൊണ്ട് ഈ ഇസ്ലാമിസ്റ്റ് പ്രഭാഷകൻ അത് അംഗീകരിക്കുന്നില്ല എന്നാണ് പറഞ്ഞു വരുന്നതെന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷേ പ്രിയ സ്നേഹിതരെ, ഒരു കാര്യം ചോദിക്കട്ടെ, ഇബ്ൻ ഇഷാഖ് എഴുതിയത് 100 വർഷത്തിന് ശേഷമാണെങ്കിൽ സഹീഹ് അൽ ബുഖാരി എഴുതിയത് എപ്പോൾ? രണ്ടാമത് അദ്ദേഹം പറയുകയുണ്ടായി, ഇബ്ൻ ഇഷാഖ് ക്രൈസ്തവ മതത്തിൽ നിന്ന് മതം മാറി വന്ന യാസിർ എന്ന ഒരാളുടെ പുത്രനാണ്. ക്രൈസ്തവ മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് മതം മാറി വന്ന യാസിർ എന്ന ഒരാളുടെ പുത്രനാണ് ഇബ്ൻ ഇഷാഖ് എന്നുള്ളത് കൊണ്ട് ഇദ്ദേഹത്തിന് ഇബ്ൻ ഇഷാഖിന്റെ ഗ്രന്ഥങ്ങളിൽ സംശയമാണ് പോലും. അങ്ങനെയാണെങ്കിൽ പ്രിയ സ്നേഹിതരെ, ഞാൻ ചോദിക്കട്ടെ, ഹസ്രത്ത് മുഹമ്മദിന്റെ മാതാപിതാക്കൾ ആരായിരുന്നു? അവർ മുസ്ലിങ്ങളായിരുന്നുവോ? അല്ല. സഹീഹ് അൽ ബുഖാരിയിൽ ഏറ്റവും അധികം പറഞ്ഞിരിക്കുന്ന ഹദീസുകൾ പറഞ്ഞിരിക്കുന്ന അബൂ ഹുറൈറ ആരായിരുന്നു?
അബൂ ഹുറൈറ ഒരു യഹൂദനായിരുന്നു. യഹൂദ മതത്തിൽ നിന്ന് മതം മാറി വന്ന അബൂ ഹുറൈറയുടെ വാക്കുകൾ അംഗീകരിക്കാമെങ്കിൽ ക്രൈസ്തവ മതത്തിൽ നിന്ന് മതം മാറി വന്ന യാസീറിന്റെ മകന്റെ വാക്കുകൾ നിങ്ങൾക്ക് അംഗീകരിക്കുവാൻ ബുദ്ധിമുട്ടാണോ പ്രിയ ഇസ്ലാം സ്നേഹിതരെ? മൂന്നാമത് അദ്ദേഹം പറയുകയുണ്ടായി, ഇബ്നു ഇശാഖ് ക്രൈസ്തവരുടെ പക്കൽ നിന്നും ധാരാളം കഥകൾ കടമായി വാങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അത് അംഗീകരിക്കുന്നില്ല. പ്രിയ സ്നേഹിതരെ, ഇദ്ദേഹത്തോട് എനിക്ക് ചോദിക്കുവാനുള്ളത്, ക്രൈസ്തവരോടും യഹൂദരോടും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ചോദിക്കണമെന്ന് ആരാണ് ഇബ്നു ഇശാഖിനെ പഠിപ്പിച്ചത്? ഇബ്നു ഇശാഖിനെ പഠിപ്പിച്ചത് ഖുർആനാണ്. ഖുർആൻ സൂറ 10:94 പറയുന്നത്, നിങ്ങൾക്ക് അഥവാ മുസ്ലിങ്ങൾക്ക് ഹസ്രത്ത് മുഹമ്മദിന് ഏതെങ്കിലും വിഷയത്തിൽ സംശയമുണ്ടെങ്കിൽ ഹസ്രത്ത് മുഹമ്മദും മുസ്ലിങ്ങളും ചോദിക്കേണ്ടത് ക്രൈസ്തവരോടും യഹൂദരോടുമാണ്. ഇബ്നു ഇശാഖ് ഒരു സംഭവത്തെ രേഖപ്പെടുത്തുമ്പോൾ അദ്ദേഹം വിമർശന ബുദ്ധിയോടെ കൂടിയല്ല അത് രേഖപ്പെടുത്തിയത്. കിട്ടിയ കഥകൾ മുഴുവൻ സൂക്ഷ്മമായി പരിശോധിക്കാതെ അദ്ദേഹം അങ്ങ് ശേഖരിക്കുകയാണ് ചെയ്തത്. വീണ്ടും അദ്ദേഹം പറയുകയുണ്ടായി, ഇബ്നു ഇശാഖിനെ ഇമാം മാലിക് വിമർശിച്ചിട്ടുണ്ട് പോലും. പ്രിയ സ്നേഹിതരെ, ഒരു കാര്യം ഞാൻ ഇവരോട് ചോദിക്കട്ടെ, ഇമാം മാലിക് ഇബ്നു ഇശാഖിനെ വിമർശിച്ചത് എന്തുകൊണ്ടാണ്? സിറ എഴുതിയത് കൊണ്ടാണോ, അതോ ഇബ്നു ഇശാഖും ഇമാം മാലിക്കും തമ്മിൽ വ്യക്തിവൈരാഗ്യമുള്ളത് കൊണ്ടാണോ? ഇബ്നു ഇശാഖിന്റെ മുഖവരയിൽ പറയുന്നത്, ഇമാം മാലിക് അവകാശപ്പെട്ടിരുന്നു ഇമാം മാലിക് ഒരു അറബിക്കാരനായിരുന്നു എന്ന്. എന്നാൽ വംശാവലിയിൽ നിപുണനായിരുന്ന ഇബ്നു ഇശാഖ് അത് ഖണ്ഡിക്കുകയും ഇമാം മാലിക് ഒരു അറബിക്കാരനല്ല എന്ന് പറയുകയും ചെയ്തതിലുള്ള വ്യക്തിവൈരാഗ്യം കാരണമാണ് ഇമാം മാലിക് ഇബ്നു ഇശാഖിനെ വിമർശിച്ചത്, അല്ലാതെ പുസ്തകം എഴുതിയത് കൊണ്ടല്ല. മാനദണ്ഡം മാറ്റമായതുകൊണ്ട് മാത്രമാണ് ഇബ്നു ഇശാഖിനെ തള്ളുന്നതെങ്കിൽ നിങ്ങൾ ഇമാം മാലിക്കിനെ, നിങ്ങൾ ഉദ്ധരിച്ചതായ ഇമാം മാലിക്കിനെയും തള്ളിയേ മതിയാകുകയുള്ളൂ. കാരണം എന്ത്? ഇമാം മാലിക്കിന്റെ പ്രമാണം അനുസരിച്ച് സ്വീകാരികമായ പരമ്പരകളിലൂടെ വന്നു എന്നുള്ളതല്ല അദ്ദേഹത്തിന്റെ മാനദണ്ഡം. അദ്ദേഹത്തിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് മെക്കയിലെ അന്നു ജീവിച്ചിരുന്ന ജനങ്ങൾ ഹസ്രത്ത് മുഹമ്മദിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എത്തിയിട്ടുണ്ടെങ്കിൽ സ്വീകാരികമായ പരമ്പരകളിലൂടെ കടന്നു വന്ന ഹദീസുകളേക്കാൾ അദ്ദേഹം സ്വീകരിച്ചിരുന്നത് മെക്കയിലെ ജനങ്ങൾ എന്തു പറഞ്ഞു എന്നുള്ളതാണ്. മാനദണ്ഡങ്ങളുടെ ഇമാം ബുഖാരി ഉപയോഗിച്ച മാനദണ്ഡം അനുസരിച്ചുകൊണ്ട് ഇമാം ബുഖാരി പ്രയോഗിച്ച മാനദണ്ഡം ഇബ്നു ഇശാഖ് അംഗീകരിച്ചില്ല എന്ന് പറഞ്ഞ് ഇബ്നു ഇശാഖിനെ തള്ളിക്കളയുന്ന കൂട്ടർ അതേ വാദം ഉപയോഗിച്ച് ഇമാം മാലിക്കിനെയും തള്ളിക്കളയണം എന്ന് വരികയാണ്. പ്രിയ സ്നേഹിതരെ, എന്തിനേറെ പറയുന്നു, ഇസ്ലാം തന്നെ പഠിപ്പിക്കുന്നത് നിങ്ങൾ ഖുർആനും ഹദീസുകളും മാത്രം ഉപയോഗിച്ചാൽ മതി എന്നുള്ളതല്ല. ഹദീസ് എന്നല്ല പറയുന്നത്, ഖുർആൻ സുന്നത്ത് പറയുന്നത്. എന്നാൽ ഖുർആൻ അത് മാത്രമല്ല പറയുന്നത്. സൂറ 4:59 പറയുന്നത്, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുക, ദൂതനെയും നിങ്ങളിൽ കൈകാര്യകർത്താക്കളെയും അനുസരിക്കുക. എത്ര പേരുണ്ട്? അല്ലാഹുവിനെ അനുസരിക്കുക, ദൂതനെ അഥവാ ഹസ്രത്ത് മുഹമ്മദിനെ അനുസരിക്കുക. മൂന്നാമതൊരു ഗ്രൂപ്പും കൂടിയുണ്ട്, നിങ്ങളിൽ അധികാരമുള്ളവരെ അനുസരിക്കുക. ഇത്രയും അല്ലയോ സാക്ഷി അപ്പോളജിസ്റ്റ് നെറ്റ്വർക്കും നിഷ് ഓഫ് ട്രൂത്തിനോട് ചോദിച്ചുള്ളോ? സാക്ഷി അപ്പോളജിസ്റ്റ് നെറ്റ്വർക്ക് നിഷ് ഓഫ് ട്രൂത്തിനോട് ചോദിച്ചത്, ഇസ്ലാമിലെ ആധികാരിക പണ്ഡിതന്മാരെ, ഇസ്ലാമിൽ അധികാരത്തിലിരുന്ന പണ്ഡിതന്മാരെ, ഇസ്ലാമിന്റെ പണ്ഡിതന്മാരെയും ഞങ്ങൾ ഉദ്ധരിക്കും. അത് ഖുർആൻ പറഞ്ഞിട്ടുള്ളതാണ്, പാടില്ല എന്ന് നിഷ് ഓഫ് ട്രൂത്ത്. ഇത് സംവാദത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനുള്ള ഒരു തന്ത്രം മാത്രമാണ്. നിഷ് ഓഫ് ട്രൂത്തിന്റെ പ്രഭാഷകൻ പറയുകയുണ്ടായി, വഹിയല്ലാത്തതായ ഒന്നും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. സഹിഹ് അൽ ബുഖാരിയും സഹിഹ് മുസ്ലിമും ഒക്കെ വഹി ലഭിച്ചിട്ടാണോ ഹദീസ് എഴുതിയത്?
വഹി എന്ന് പറഞ്ഞാൽ വെളിപ്പാട്. ഇമാം ബുഖാരിക്കും ഇമാം മുസ്ലിമിനും വെളിപ്പാട് ലഭിച്ചു എന്നുള്ള അവകാശവാദമുള്ള ഏതെങ്കിലും മുസ്ലിങ്ങൾ ഈ നാട്ടിലുണ്ടോ? ഇല്ല. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും പണ്ഡിതന്മാർ മാത്രമാണ്. അവരുടെ മാനദണ്ഡങ്ങളിൽ, പണ്ഡിതന്മാരായിരിക്കുന്ന അവരുടെ മാനദണ്ഡങ്ങളിൽ ചില സവിശേഷതകളുണ്ട് എന്നേ അവകാശവാദമുള്ളൂ. അവർക്ക് വെളിപ്പാട് ലഭിച്ചു എന്നുള്ള അവകാശവാദമില്ല. ഒരു കൂട്ടം പണ്ഡിതന്മാരെ നിങ്ങൾ അംഗീകരിക്കാമെങ്കിൽ അതേ മാനദണ്ഡം ഉപയോഗിക്കുന്ന, കുറഞ്ഞ പക്ഷം അതേ മാനദണ്ഡം ഉപയോഗിക്കുന്ന മറ്റൊരു പണ്ഡിതന്മാരെയും അംഗീകരിക്കേണ്ടതില്ലയോ? കാരണം ഇമാം ബുഖാരി ഉപയോഗിച്ച അതേ മാനദണ്ഡ പ്രകാരം ഇബ്ൻ കത്തീറിന്റെ തഫ്സീറും സഹിയാണ്. ഇബ്ൻ കത്തീർ തഫ്സീർ എഴുതുന്നത് ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണ്. ആധുനിക 10 പണ്ഡിതന്മാർ ഇബ്ൻ കത്തീറിന്റെ തഫ്സീർ പരിശോധിക്കുകയും അതിൽ സഹിയല്ലാത്തതായ എല്ലാ ഹദീസുകളും മാറ്റിവെച്ച് സഹിയായ ഹദീസുകളുടെ മാത്രം അടിസ്ഥാനത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതായ ഇബ്ൻ കത്തീറെങ്കിലും കുറഞ്ഞ പക്ഷം ഇവർ അംഗീകരിക്കേണ്ടതല്ലയോ? പ്രിയ സ്നേഹിതരെ, എന്റെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ഇമാം ബുഖാരിയുടെ വിശ്വസ്തത, ഇവർ ഉയർത്തിക്കൊണ്ട് നടക്കുന്ന ഇമാം ബുഖാരിയുടെ വിശ്വസ്തത കാണിക്കുന്ന 2 ഹദീസുകൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. സഹീഹ് അൽ ബുഖാരി വോളിയം 7 ബുക്ക് 64 ഹദീസ് നമ്പർ 268. ഇതിൽ പറയുന്നത്, അബൂ ഹുറൈറ പറയുന്നത്, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു. എന്തു പറഞ്ഞു? വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് നല്ലത്. ഇത് ആദ്യം പറഞ്ഞത് ആരാണെന്ന് നമുക്കറിയാം. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 35-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതാണ്. പക്ഷെ അബൂ ഹുറൈറ പറഞ്ഞു ഇത് ഇസ്ലാമിന്റെ പ്രവാചകൻ പറഞ്ഞതാണ്. കേട്ടുനിന്ന മുസ്ലിം ജനങ്ങൾക്ക് സംശയം തോന്നി. അവരദ്ദേഹത്തെ കയ്യോടെ ചോദ്യം ചെയ്തു, അബൂ ഹുറൈറേ, നീ സത്യം പറയുക, ഇത് ഇസ്ലാമിന്റെ പ്രവാചകൻ, ഇത് ഹസ്രത്ത് മുഹമ്മദ് പറഞ്ഞ ഹദീസ് തന്നെയാണോ? അബൂ ഹുറൈറ അവിടെ തുറന്ന് സമ്മതിക്കുകയുണ്ടായി, ഇല്ല, ഇത് ഞാൻ കെട്ടിച്ചമച്ച ഹദീസാണ്. ഞാൻ കെട്ടിച്ചമച്ച ഹദീസ് ഇമാം ബുഖാരി പിന്നെ എന്തിനാ സഹിയായ ബുഖാരിയിൽ ഉൾപ്പെടുത്തി? പ്രിയ സ്നേഹിതരെ, കാരണമുണ്ട്. കാരണം ഈ ഹദീസ് നല്ലൊരു ഹദീസാണ്. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് നല്ല എന്നുള്ളത് നല്ലൊരു പ്രമാണമാണ്. അത് കെട്ടിച്ചമച്ചതാണെങ്കിലും നല്ല ഹദീസ് ആയതുകൊണ്ട് ഇമാം ബുഖാരി അത് രേഖപ്പെടുത്തി. നല്ലതാണെങ്കിൽ അസത്യമാണെങ്കിലും അദ്ദേഹം രേഖപ്പെടുത്തും. ഇനിയും നല്ലതല്ലെങ്കിലോ മറ്റൊരു ഹദീസ് കൂടെ കാണിക്കാം. സഹീഹ് അൽ ബുഖാരി വോളിയം 6 ബുക്ക് 60 ഹദീസ് നമ്പർ 50. സഹീഹ് അൽ ബുഖാരി ബുക്ക് വോളിയം 6 ബുക്ക് 60 ഹദീസ് നമ്പർ 50-ൽ സഹീഹ് അൽ ബുഖാരി സൂറത്ത് അൽ ബഖറയിലുള്ള ഒരു ആയത്തിനെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു വന്നിട്ട് പറയുകയാണ്, ഈ ആയത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എന്ന് പറഞ്ഞ് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടു. ആ വാചകം അദ്ദേഹം പൂർത്തിയാക്കിയില്ല. ഒരു വാചകത്തിന്റെ മധ്യത്തിൽ വെച്ച് അദ്ദേഹം അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടു. അർത്ഥമില്ലാതെ തൂങ്ങിക്കിടക്കുന്ന ഒരു ഹദീസായി അത് കിടക്കുകയാണ്. കാരണം എന്താണ്? ആ ഹദീസ് മോശമാണ്. ആ ഹദീസ് മോശമായതുകൊണ്ട് സത്യമാണെങ്കിലും ഇമാം ബുഖാരി അത് മറച്ചു വെക്കും. അപ്പോൾ ഇമാം ബുഖാരിയുടെ പ്രമാണം എന്താണ്? നല്ലതാണെങ്കിൽ അസത്യമാണെങ്കിലും അദ്ദേഹം എഴുതി ചേർക്കും. അല്ല, മോശമായ ഒരു ഹദീസാണെങ്കിൽ അദ്ദേഹം അത് മധ്യത്തിൽ വെച്ച് മറച്ചു വെക്കുവാനും തയ്യാറാകുന്ന ഒരു ഇമാമാണ് ഈ ഇമാം ബുഖാരി. ഈ ഇമാം ബുഖാരിയാണോ ഏറ്റവും ആധികാരികമായ പണ്ഡിതൻ? നിങ്ങളിത് മനസ്സിൽ ഓർത്തിരിക്കുക. ഇബ്നു ഇസ്ഹാഖ് എഴുതുമ്പോൾ, ഞാൻ തുടർന്ന് എൻ്റെ ഉത്തരങ്ങളിൽ കാണിക്കാവുന്നതാണ്, ഇബ്നു ഇസ്ഹാഖ് എഴുതുമ്പോൾ ഇബ്നു ഇസ്ഹാഖ് കാര്യങ്ങൾ അതേപോലെ അങ്ങ് എഴുതും. ഇമാം ബുഖാരി ഇടയ്ക്ക് വെച്ച് നിർത്തും, മറച്ചു വെക്കും. നമുക്ക് വിഷയത്തിലേക്ക് വരാം.
ക്രൈസ്തവ വിമർശനങ്ങളെ വിമർശിച്ചതിനുള്ള മറുപടിയിലേക്ക് വരാം. ഒന്നാമത് ധന്യനായ അപ്പോസ്തലനായ പൗലോസിനെതിരെയുള്ള ആരോപണങ്ങളാണ്. ധന്യനായ പൗലോസ് ലീഹയ്ക്കെതിരെ മുസ്ലിം പ്രഭാഷകൻ പറയുകയുണ്ടായി, അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിന്റെ അടിസ്ഥാനത്തിലും അപ്പോസ്തല പ്രവൃത്തി 22-ാം അധ്യായത്തിന്റെ അടിസ്ഥാനത്തിലും അപ്പോസ്തലനായ പൗലോസിന് വെളിപ്പാട് ലഭിച്ചപ്പോൾ കൂടെയുള്ളവർ കേട്ടോ കേട്ടില്ലയോ എന്നുള്ള കാര്യത്തിൽ അപ്പോസ്തലനായ പൗലോസിന് സംശയമാണ് എന്ന് അവരിവിടെ ഉന്നയിക്കുകയുണ്ടായി. കാരണം ഒരിടത്ത് കേട്ടുവെന്നും ഒരിടത്ത് കേട്ടില്ല എന്നും എഴുതി വച്ചിരിക്കുന്നത് കൊണ്ടാണ്. ഇതൊരു വൈരുദ്ധ്യമാണ്. അപ്പോസ്തലനായ പൗലോസിന് അറിയില്ല എന്ന് ഇവർ പറയുകയുണ്ടായി. പ്രിയ സ്നേഹിതരെ, ഇവരൊരു കൺകോർഡൻസ് ഉപയോഗിച്ചിരുന്നുവെങ്കിൽ, സ്ട്രോങ്ങിന്റെ കൺകോർഡൻസ് G191 അനുസരിച്ച് അക്വ എന്ന പദമാണ്, ഗ്രീക്ക് പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ പദത്തിന് 3 അർത്ഥങ്ങളുണ്ട്. അക്വയുടെ 1-ാം അർത്ഥം എന്ന് പറയുന്നത് കേൾക്കുവാനുള്ള ശക്തി, കേട്ടു, ശബ്ദം കേട്ടു. അക്വയുടെ 2-ാമത്തെ അർത്ഥം എന്ന് പറയുന്നത് കേട്ടു മനസ്സിലാക്കുവാനുള്ള ശക്തി, കേട്ട കാര്യം മനസ്സിലായി. അക്വയുടെ 3-ാമത്തെ അർത്ഥം കേട്ട കാര്യം, മനസ്സിലാക്കിയ കാര്യം അനുസരിക്കുക എന്നുള്ള അർത്ഥമാണ്. ഒന്നാമത് പൗലോസ് ലീഹ പറഞ്ഞപ്പോൾ അവർ കേട്ടില്ല എന്ന് പറയുമ്പോൾ അവർ കേട്ടു, പക്ഷേ മനസ്സിലാക്കിയില്ല. അവരൊരു ശബ്ദം കേട്ടു, എന്നാൽ കേട്ടത് അവർക്ക് മനസ്സിലായില്ല. ഇതിലെന്ത് വൈരുദ്ധ്യമാണുള്ളത്? ഇത് നമ്മൾ മലയാള പദങ്ങൾ ഉപയോഗിച്ചാൽ പോലും മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഞാൻ പറയുന്നത് നീ അങ്ങ് കേട്ടാൽ മതി എന്ന് പറഞ്ഞാൽ, ഞാൻ പറയുന്നത് നീ കേട്ടാൽ മതി എന്നാണോ അതോ കേട്ട് അനുസരിക്കണം എന്നുള്ള അർത്ഥത്തിലാണോ നമ്മൾ പറയുന്നത്? സാധാരണ യുക്തി ഉപയോഗിച്ചാൽ പോലും കൃത്യമായി മനസ്സിലാക്കുന്ന വിഷയങ്ങളെ ഏതോ ഗൗരവമായ വിഷയമായിട്ടാണ് ഇസ്ലാം പ്രഭാഷകൻ ഇവിടെ അവതരിപ്പിച്ചത്. അഥവാ പൗലോസ് ലീഹയ്ക്ക് വെളിപ്പാട് ലഭിച്ചപ്പോൾ അദ്ദേഹത്തിന് കേട്ടോ കേട്ടില്ലയോ എന്നുള്ള കാര്യത്തിൽ സംശയമായിരുന്നു പോലും. ഇനി ഹസ്രത്ത് മുഹമ്മദിന് വെളിപ്പാട് ലഭിച്ചപ്പോൾ എങ്ങനെയാണ്? അതും കൂടി ഒന്ന് നമുക്ക് പരിശോധിക്കാം. സഹീഹ് ബുഖാരി വോളിയം 1 ബുക്ക് 1 ഹദീസ് നമ്പർ 3 പ്രകാരം ദൂതനെന്ന് അവകാശപ്പെട്ടതായ ഒരു മലക്ക്, ദൂതനെന്ന് അവകാശപ്പെട്ടതായ ഒരു മാലാഖ ഹസ്രത്ത് മുഹമ്മദിന് പ്രത്യക്ഷപ്പെടുകയും നിർദ്ദയം യാതൊരു കാരുണ്യവും കൂടാതെ അദ്ദേഹത്തെ വളരെ ശക്തമായി അമർത്തുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഈ തിക്തമായ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ സഹീഹ് ബുഖാരി രേഖപ്പെടുത്തുന്നത്, ഹസ്രത്ത് മുഹമ്മദ് പറഞ്ഞു, എനിക്കെന്തോ സംഭവിച്ചിരിക്കുന്നു. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നല്ലതല്ലാത്ത കാര്യങ്ങളെ പകുതി മാത്രം അവതരിപ്പിക്കുന്ന ഒരു സ്വഭാവമാണ് ഇമാം ബുഖാരിക്കുള്ളത്. ഈ കാര്യത്തിന്റെ പൂർണ്ണകാര്യം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇബ്ൻ ഇഷാഖിലേക്ക് പോകാം. സിറത്ത് റസൂലുള്ള ഇബ്ൻ ഇഷാഖ് പേജ് 106, 107 പ്രകാരം ഹസ്രത്ത് മുഹമ്മദ് ധരിച്ചത് തനിക്ക് വെളിപ്പെട്ട ദൂതൻ പിശാചിന്റെ ദൂതനാണ് എന്നാണ് ഇബ്ൻ ഇഷാഖ് വളരെ കൃത്യമായിട്ട് എഴുതി വച്ചിരിക്കുന്നത്. അഥവാ വെളിപ്പാട് ലഭിച്ചപ്പോൾ വെളിപ്പാട് ലഭിച്ചു എന്ന് അവകാശപ്പെട്ട പ്രവാചകന് കിട്ടിയ വന്ന ആത്മാവ് ഏതാണെന്ന് വിവേചിക്കുവാനുള്ള ശക്തി പോലും ഉണ്ടായിരുന്നില്ല. അത് ദൈവത്തിൽ നിന്ന് വന്ന ആത്മാവാണോ അതോ പിശാചിൽ നിന്ന് വന്ന ആത്മാവാണോ എന്ന് സംശയം. ആര് പറഞ്ഞു? ഇബ്ൻ ഇഷാഖ് പറഞ്ഞു. എന്നിട്ട് വളരെ കഠിന പരിശ്രമം ചെയ്ത് ഇദ്ദേഹം ഹസ്രത്ത് മുഹമ്മദിന്റെ ആദ്യ ഭാര്യ ബന്ധുവും കൂടെ ധരിപ്പിച്ചതാണ് ഹസ്രത്ത് മുഹമ്മദിനോട് ഇത് സാത്താന്റെ ദൂതനല്ല ദൈവത്തിന്റെ ദൂതനാണ് എന്ന്. പ്രിയ സ്നേഹിതരെ, ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, ഒരു പ്രവാചകന് ആത്മാവിനെ വിവേചിക്കാനുള്ള കഴിവില്ലെങ്കിൽ അദ്ദേഹത്തെ പ്രവാചകനായി നമുക്ക് അംഗീകരിക്കുവാൻ കഴിയുമോ? അല്ല, എൻ്റെ മുസ്ലിം സ്നേഹിതർ സമ്മതിക്കുമോ? അവരുടെ പ്രവാചകനേക്കാൾ ആത്മാവിനെ വിവേചിക്കുവാൻ കഴിയുന്നത് സാധാരണ ക്രൈസ്തവർക്കാണ് എന്ന് അവരുടെ ഈ കഥയുടെ അടിസ്ഥാനത്തിൽ മുസ്ലിം സ്നേഹിതർ അംഗീകരിക്കുവാൻ തയ്യാറാണോ?
അപ്പൊ ധന്യനായ പൗലോസ്ലിഹയ്ക്ക് കേട്ടോ കേട്ടില്ലയോ എന്നുള്ള കാര്യത്തിലായിരുന്നു സംശയമെങ്കിൽ അതിന് ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞതാണ്. ഹസ്രത്ത് മുഹമ്മദിന് സംശയം തനിക്ക് വന്ന വെളിപ്പെട്ട ദൂതൻ ആര് എന്നുള്ളതായിരുന്നു. ഇതൊരു പ്രശ്നമല്ലേ? വീണ്ടും അദ്ദേഹം പൗലോസ്ലിഹയ്ക്കെതിരെ കടന്നാക്രമിക്കുന്നത് പറയുന്നത് പൗലോസ്ലിഹയ്ക്ക് വെളിപ്പാട് ലഭിച്ചത് പിശാചിൽ നിന്നാണ് പോലും. ഇതിനാധാരമായി അദ്ദേഹം അവതരിപ്പിച്ച വാക്യം 2 കൊരിന്തി 12-ാം അധ്യായം അതിന്റെ 7-8 വാക്യങ്ങളാണ്. 2 കൊരിന്തി 12-ാം അധ്യായം 7-8 വാക്യങ്ങളിൽ ധന്യനായ സ്ലീഹ ഇപ്രകാരം രേഖപ്പെടുത്തി: വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ. ഈ വാക്യം പശ്ചാത്തലത്തിൽ നിന്ന് അടർത്തിയെടുത്തതിന് ശേഷം ഇസ്ലാം പ്രഭാഷകൻ ഇവിടെ ആരോപിച്ചത് നമ്മുടെ ധന്യനായ സ്ലീഹയ്ക്ക് നമ്മുടെ പ്രിയങ്കരനായ അനുഗ്രഹീതനായ അപ്പോസ്തലന് വെളിപ്പാട് ലഭിച്ചത് പിശാചിന്റെ കയ്യിൽ നിന്ന് ആണ് പോലും. പ്രിയ സ്നേഹിതരെ, ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചു വായിക്കൂ. അവിടെ എന്താണ് പറയുന്നത്? ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. തൊട്ടടുത്ത വാക്യം 2 കൊരിന്തി 12-10 വായിച്ചാൽ അറിയാം, അത് ശാരീരികമായുള്ള ഏതോ ബലഹീനതയുടെ കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ഇത് തന്നെ ഗലാത്യ ലേഖനം 4-13-15 നമുക്ക് വായിക്കുന്നുണ്ട്. എന്നാൽ ഇത് കർത്താവായ യേശു ക്രിസ്തു അനുവദിച്ചതും എന്തിനു വേണ്ടിയാണ് എന്ന് പറയുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് അനുവദിച്ചത്? ഇവിടെ പറയുന്നത് ക്രിസ്തുവിന്റെ ശക്തിയും കൃപയും തെളിഞ്ഞു കാണേണ്ടതിന് അനുവദിക്കപ്പെട്ടു എന്നുള്ളതേ ഉള്ളൂ. ഈ ദൂതനെ തിരിച്ചറിയുവാനുള്ള കഴിവ് ധന്യനായ സ്ലീഹയ്ക്കുണ്ടായിരുന്നു. ഈ ദൂതൻ ആക്രമിച്ചപ്പോഴും ക്രിസ്തുവിന്റെ കൃപ മതി എന്നാണ് ഈ സംഭവത്തിലൂടെ തെളിഞ്ഞത്. അല്ലാതെ ദൂതനിൽ നിന്ന് വെളിപ്പാട് ലഭിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന്റെ സ്വന്തം ആരോപണമാണ്, അല്ലാതെ ബൈബിൾ പറയുന്നതല്ല. ഇനിയും എന്ന് മാത്രമല്ല, അപ്പോസ്തലനായ പൗലോസ് ഒരു വിശുദ്ധ, ഒരു ശ്രേഷ്ഠ സത്യ അപ്പോസ്തലനാണ് എന്നുള്ള കാര്യം മറ്റൊരു അപ്പോസ്തലനും കൂടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. 2 പത്രോസ് 3:15 പത്രോസ് ലീഹ പറഞ്ഞു തന്നത് ധന്യനായ പൗലോസ്ലീഹ സത്യവാനായ ഒരു അപ്പോസ്തലൻ തന്നെ. അദ്ദേഹത്തിന്റെ എഴുത്തുകൾ മറ്റു തിരുവെഴുത്തുകൾ പോലെ തന്നെയാണ്. പ്രിയ സ്നേഹിതരെ, നമ്മുടെ പ്രിയങ്കരനായ അനുഗ്രഹീതനായ പൗലോസ്ലീഹയ്ക്കെതിരെ പശ്ചാത്തലത്തിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് ഒരു വിരൽ ചൂണ്ടുമ്പോൾ ഈ ഇസ്ലാം പ്രഭാഷകൻ ഓർത്തിരിക്കണമായിരുന്നു, അവരുടെ പ്രവാചകനെതിരെ ചൂണ്ടുന്നത് 4 വിരലുകളാണ്. പശ്ചാത്തലത്തിൽ നിന്ന് അടർത്തിയെടുത്തതായ ഒരു ആരോപണം കൊണ്ട് നമ്മുടെ അപ്പോസ്തലനെതിരെ വിരൽ ചൂണ്ടിയപ്പോൾ ഈ ഇസ്ലാം പ്രഭാഷകൻ ആലോചിക്കണമായിരുന്നു, അവരുടെ പ്രവാചകനെതിരെ അവർ ചൂണ്ടുന്നത് 4 വിരലുകളാണ്. ഞാനിത് പറയാനുള്ള കാരണം എന്താ? തെളിവുകൾ ഞാൻ തരാം. പിശാചിൽ നിന്ന് വെളിപ്പാട് ലഭിച്ചത് ഞങ്ങളുടെ അപ്പോസ്തലനാണോ ഇനി നിങ്ങളുടെ അപ്പോസ്തലനാണോ എന്ന് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് നോക്കാം. സഹീഹ് അൽ ബുഖാരി, ഞാൻ മുമ്പ് പറഞ്ഞത് നിങ്ങളുടെ മനസ്സിൽ ഓർത്തിരിക്കണം. ഇമാം ബുഖാരി എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി വെളിപ്പെടുത്തുന്ന ഒരു സ്വഭാവമുള്ള ആളല്ല. എന്നാൽ അദ്ദേഹം വെളിപ്പെടുത്തുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. സഹീഹ് അൽ ബുഖാരി വോളിയം 6 ബുക്ക് 60 ഹദീസ് നമ്പർ 385 പ്രകാരം സൂറ 53 ഹസ്രത്ത് മുഹമ്മദ് ഓതിക്കഴിഞ്ഞപ്പോൾ സൂറ 53 ഹസ്രത്ത് മുഹമ്മദ് ഓതിക്കഴിഞ്ഞപ്പോൾ അവിടെയുണ്ടായിരുന്നതായ ജാതികളും ഇസ്ലാം വിരുദ്ധരും എല്ലാവരും ഒരുമിച്ച് ഹസ്രത്ത് മുഹമ്മദിനോടൊപ്പം നിസ്കരിച്ചു എന്ന് ഇമാം ബുഖാരി രേഖപ്പെടുത്തുന്നു. ഞങ്ങൾ ചോദിക്കുന്നു, സൂറ 53 ഓതിയപ്പോൾ അന്നേവരെയും ഹസ്രത്ത് മുഹമ്മദിനെ വിമർശിച്ചതായ വിമർശകർ എന്തുകൊണ്ട് മുട്ടുകുത്തി? അതിന് ഇമാം ബുഖാരി ഉത്തരം പറയുന്നില്ല. പക്ഷെ ഇബ്നു ഇശാഖ് ഉത്തരം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവർ പറയുന്നത് ഇബ്നു ഇശാഖിന്റെ പുസ്തകം കൊണ്ടുവരരുതേ
100 വർഷത്തിനുള്ളിൽ എഴുതിയ ഇബ്ൻ ഇശാഖിന്റെ പുസ്തകം കൊണ്ടുവരരുത്. 200 വർഷത്തിന് ശേഷം എഴുതിയ ബുഖാരിയുടെ ബുക്കുകളാകാം. ആദ്യമേ എഴുതിയ ഇബ്ൻ ഇശാഖിന്റെ പുസ്തകം കൊണ്ടുവരരുത്. കാരണം സൂര 53 ഓതിക്കഴിഞ്ഞപ്പോൾ അന്നുള്ളവർ എന്തുകൊണ്ട് നിസ്കരിച്ചു എന്ന് ഇബ്ൻ ഇശാഖ് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. സിറത്ത് റസൂലുള്ള ഇബ്ൻ ഇശാഖ് പേജ് 166. ഇബ്ൻ ഇശാഖ് പേജ് 166. ഇബ്ൻ ഇശാഖ് പറയുന്നത്, അന്ന് അക്കാലത്തൊക്കെയും മെക്കായിലെ വിഗ്രഹാരാധികൾ ആരാധിച്ചിരുന്നതായ മെക്കായിലെ വിഗ്രഹാരാധികൾ അല്ലാഹുവിന്റെ പെൺമക്കളായി കരുതിയിരുന്ന അലത്ത്, അൽ ഉസ്സ, മനത്ത് എന്നീ 3 പേരുടെ മധ്യസ്ഥ പ്രാർത്ഥന, അന്ന് വരെ മെക്കായിലെ വിഗ്രഹാരാധികൾ കരുതിയിരുന്ന അല്ലാഹുവിന്റെ പെൺമക്കൾ എന്ന് കരുതിയിരുന്ന ഈ 3 പേരുടെ മധ്യസ്ഥ പ്രാർത്ഥന ഹസ്രത്ത് മുഹമ്മദ് സ്വീകാരികമാണ് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അന്നേവരെയും ഇസ്ലാമിനെ വിമർശിച്ചു കൊണ്ടിരുന്നവർ അവിടെ മുട്ടുകുത്തിയത്. ഇത് പിൽക്കാലത്ത് അറിയപ്പെട്ടത് സാത്താന്റെ വചനം എന്നാണ്. കാരണം അല്പം കഴിഞ്ഞ ശേഷം ഹസ്രത്ത് മുഹമ്മദ് ആ ആയത്ത് പിൻവലിച്ചു. അപ്പോൾ ആർക്കാണ്? അദ്ദേഹം തന്നെ പറഞ്ഞു, ഇബ്ൻ ഇശാഖ് പ്രകാരം അദ്ദേഹം തന്നെ മനസ്സിലാക്കി ഇത് പിശാചിൽ നിന്ന് ലഭിച്ച വെളിപ്പാടാണ്. അപ്പോൾ ആർക്കാണ് പിശാചിൽ നിന്ന് വെളിപ്പാട് ലഭിച്ചത്? അനുഗ്രഹീതനായ ഞങ്ങളുടെ അപ്പോസ്തലനോ അതോ നിങ്ങളുടെ അപ്പോസ്തലനോ? പ്രിയ മുസ്ലിം സ്നേഹിതരെ, മനസ്സ് തുറന്ന് നിഷ്പക്ഷമായിട്ട് ഒന്ന് ചിന്തിക്കുക. ഇത് മതങ്ങൾ തമ്മിലുള്ള സംവാദമല്ല. ഇതിനെന്തെങ്കിലും മറുപടി പറഞ്ഞിട്ട് പോയാൽ മതിയെന്നുള്ളതല്ല. ഇത് നിങ്ങളുടെ നിത്യജീവന്റെ പ്രശ്നമാണ്. നിങ്ങൾ തുറന്ന മനസ്സോടി നിഷ്പക്ഷമായിട്ടൊന്ന് ആലോചിച്ചു നോക്കൂ. ഇത് ഇബ്ൻ ഇശാഖ് മാത്രമല്ല പറഞ്ഞത്. അൽ തബരി, ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ചരിത്രകാരൻ, ഹിസ്റ്ററി ഓഫ് അൽ തബരി വോള്യം 6 പേജ് 108, 109, 111 ഇതേ സംഭവം അപ്രകാരം തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇബ്ൻ ഇശാഖ് മാത്രമല്ല, ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ചരിത്രകാരനും രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവമാണ്. ഇതിന് സാധാരണയായി മുസ്ലിം ദാവാ പ്രഭാഷകർ പറയാറുള്ളത്, ഇതിന് സനദില്ലാത്തൊരു സംഭവമായതുകൊണ്ട്, സ്വീകാര്യമായ പരമ്പരയില്ലാത്ത സംഭവമായതുകൊണ്ട് ഞങ്ങൾ അതിനെ തള്ളിക്കളയുന്നു. അത് വിശ്വസ്തമായ ഒരു സംഭവമല്ല. ആര് പറഞ്ഞു സനദില്ലെന്ന്? ആര് പറഞ്ഞു സനദില്ലെന്ന്? പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ മുഹമ്മദ് സഹാബ് അഹമ്മദ് എന്ന് പറഞ്ഞ വിദ്യാർത്ഥി, അദ്ദേഹത്തിന്റെ ഡോക്ടറൽ തീസിസ് 1999 ഡോക്ടറൽ തീസിസ്, ഈ വിശ്വാസിയായ മുസ്ലിമിന്റെ ഡോക്ടറൽ തീസിസ് ഈ വിഷയത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. അദ്ദേഹം പറയുന്നത്, പുരാതനമായ 37 ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ ഈ വിഷയം അപ്രകാരം സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് മാത്രമല്ല, അനേക സനദുകൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. പേജ് 229 നിന്ന് ഉദാഹരണമായി ഒരു സനദ് മാത്രം ഞാൻ തരുകയാണ്. യൂസഫ് ബി ഹമ്മദ്, ഉമയ്യ ബി ഖാലിദ്, സുബയ്യ, അബൂ ബിഷാർ, സലത് ബി ജുബൈർ, ഇബ്ൻ അബ്ബാസ്. സനദാണ് ഞാൻ പറഞ്ഞത്, പരമ്പരയാണ് ഞാൻ പറഞ്ഞത്. ഈ പരമ്പരയിൽ നിന്ന് ഈ കഥ, ഈ സംഭവം അപ്രകാരം തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ദാവാ പ്രഭാഷകരെ, മുസ്ലിം പ്രഭാഷകരെ, പണ്ഡിതന്മാരെ, സനദില്ല എന്ന് പറഞ്ഞ് ഇനിയും ഈ സംഭവം തള്ളിക്കളയേണ്ട കാര്യമില്ല. സനദുണ്ട്. ഒരു മുസ്ലിം വിശ്വാസി പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ, ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയായ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടറൽ തീസിസിൽ നിന്നാണ് ഞാൻ ഈ ഉദ്ധരിച്ചത്. ആ ഡോക്ടറൽ തീസിസ് ഞങ്ങളുടെ കൈവശമുണ്ട് താനും. മാറ്റമായതുകൊണ്ട് മാത്രമാണ് ഇബ്ൻ ഇശാഖിനെ തള്ളുന്നതെങ്കിൽ നിങ്ങൾ ഇമാം മാലിക്കിനെ, നിങ്ങൾ ഉദ്ധരിച്ചതായ ഇമാം മാലിക്കിനെയും തള്ളിയേ മതിയാകുകയുള്ളൂ. കാരണം എന്ത്? ഇമാം മാലിക്കിന്റെ പ്രമാണം അനുസരിച്ച് സ്വീകാര്യമായ
സ്വീകാര്യമായ പരമ്പരകളിലൂടെ വന്നു എന്നുള്ളതല്ല അദ്ദേഹത്തിന്റെ മാനദണ്ഡം. അദ്ദേഹത്തിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് മെക്കയിലെ അന്നു ജീവിച്ചിരുന്ന ജനങ്ങൾ ഹസ്രത്ത് മുഹമ്മദിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എത്തിയിട്ടുണ്ടെങ്കിൽ സ്വീകാര്യമായ പരമ്പരകളിലൂടെ കടന്നു വന്ന ഹദീസുകളേക്കാൾ അദ്ദേഹം സ്വീകരിച്ചിരുന്നത് മെക്കയിലെ ജനങ്ങൾ എന്തു പറഞ്ഞു എന്നുള്ളതാണ്. മാനദണ്ഡങ്ങളുടെ ഇമാം ബുഖാരി ഉപയോഗിച്ച മാനദണ്ഡം അനുസരിച്ചുകൊണ്ട് ഇമാം ബുഖാരി പ്രയോഗിച്ച മാനദണ്ഡം ഇബ്നു ഇശാഖ് അംഗീകരിച്ചില്ല എന്ന് പറഞ്ഞ് ഇബ്നു ഇശാഖിനെ തള്ളിക്കളയുന്ന കൂട്ടർ അതേ വാദം ഉപയോഗിച്ച് ഇമാം മാലിക്കിനെയും തള്ളിക്കളയണം എന്ന് വരികയാണ്. പ്രിയ സ്നേഹിതരെ, എന്തിനേറെ പറയുന്നു, ഇസ്ലാം തന്നെ പഠിപ്പിക്കുന്നത് നിങ്ങൾ ഖുർആനും ഹദീസുകളും മാത്രം ഉപയോഗിച്ചാൽ മതി എന്നുള്ളതല്ല. ഹദീസ് എന്നല്ല പറയുന്നത്, ഖുർആൻ സുന്നത്ത് എന്നാണ് പറയുന്നത്. എന്നാൽ ഖുർആൻ അത് മാത്രമല്ല പറയുന്നത്. സൂറ 4:59 പറയുന്നത് നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുക, ദൂതനെയും നിങ്ങളിൽ കൈകാര്യകർത്താക്കളെയും അനുസരിക്കുക. എത്ര പേരുണ്ട്? അല്ലാഹുവിനെ അനുസരിക്കുക, ദൂതനെ അഥവാ ഹസ്രത്ത് മുഹമ്മദിനെ അനുസരിക്കുക. മൂന്നാമതൊരു ഗ്രൂപ്പും കൂടിയുണ്ട്, നിങ്ങളിൽ അധികാരമുള്ളവരെ അനുസരിക്കുക. ഇത്രയും അല്ലയോ സാക്ഷി അപ്പോളജിസ്റ്റ് നെറ്റ്വർക്കും നിഷ് ഓഫ് ട്രൂത്തിനോട് ചോദിച്ചുള്ളോ? സാക്ഷി അപ്പോളജിസ്റ്റ് നെറ്റ്വർക്ക് നിഷ് ഓഫ് ട്രൂത്തിനോട് ചോദിച്ചത് ഇസ്ലാമിലെ ആധികാരിക പണ്ഡിതന്മാരെ, ഇസ്ലാമിൽ അധികാരത്തിലിരുന്ന പണ്ഡിതന്മാരെ, ഇസ്ലാമിന്റെ പണ്ഡിതന്മാരെയും ഞങ്ങൾ ഉദ്ധരിക്കും. അത് ഖുർആൻ പറഞ്ഞിട്ടുള്ളതാണ്, പാടില്ല എന്ന് നിഷ് ഓഫ് ട്രൂത്ത്. ഇത് സംവാദത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനുള്ള ഒരു തന്ത്രം മാത്രമാണ്. നിഷ് ഓഫ് ട്രൂത്തിന്റെ പ്രഭാഷകൻ പറയുകയുണ്ടായി, വഹിയല്ലാത്തതായ ഒന്നും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. സഹിഹൽ ബുഖാരിയും സഹി മുസ്ലിമും ഒക്കെ വഹി ലഭിച്ചിട്ടാണോ ഹദീസ് എഴുതിയത്? വഹി എന്ന് പറഞ്ഞാൽ വെളിപ്പാട്. ഇമാം ബുഖാരിക്കും ഇമാം മുസ്ലിമിനും വെളിപ്പാട് ലഭിച്ചു എന്നുള്ള അവകാശവാദമുള്ള ഏതെങ്കിലും മുസ്ലിങ്ങൾ ഈ നാട്ടിലുണ്ടോ? ഇല്ല. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും പണ്ഡിതന്മാർ മാത്രമാണ്. അവരുടെ മാനദണ്ഡങ്ങളിൽ, പണ്ഡിതന്മാരായിരിക്കുന്ന അവരുടെ മാനദണ്ഡങ്ങളിൽ ചില സവിശേഷതകളുണ്ട് എന്നേ അവകാശവാദമുള്ളൂ. അവർക്ക് വെളിപ്പാട് ലഭിച്ചു എന്നുള്ള അവകാശവാദമില്ല. ഒരു കൂട്ടം പണ്ഡിതന്മാരെ നിങ്ങൾ അംഗീകരിക്കാമെങ്കിൽ അതേ മാനദണ്ഡം ഉപയോഗിക്കുന്ന, കുറഞ്ഞ പക്ഷം അതേ മാനദണ്ഡം ഉപയോഗിക്കുന്ന മറ്റൊരു പണ്ഡിതന്മാരെയും അംഗീകരിക്കേണ്ടതില്ലയോ? കാരണം ഇമാം ബുഖാരി ഉപയോഗിച്ച അതേ മാനദണ്ഡ പ്രകാരം ഇബ്ൻ കത്തീറിന്റെ തഫ്സീറും സഹിയാണ്. ഇബ്ൻ കത്തീർ തഫ്സീർ എഴുതുന്നത് ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണ്. ആധുനിക 10 പണ്ഡിതന്മാർ ഇബ്ൻ കത്തീറിന്റെ തഫ്സീർ പരിശോധിക്കുകയും അതിൽ സഹിയല്ലാത്തതായ എല്ലാ ഹദീസുകളും മാറ്റിവെച്ച് സഹിയായ ഹദീസുകളുടെ മാത്രം അടിസ്ഥാനത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതായ ഇബ്ൻ കത്തീറെങ്കിലും കുറഞ്ഞ പക്ഷം ഇവർ അംഗീകരിക്കേണ്ടതല്ലയോ? പ്രിയ സ്നേഹിതരെ, എന്റെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ഇമാം ബുഖാരിയുടെ വിശ്വസ്തത, ഇവർ ഉയർത്തിക്കൊണ്ട് നടക്കുന്ന ഇമാം ബുഖാരിയുടെ വിശ്വസ്തത കാണിക്കുന്ന 2 ഹദീസുകൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. സഹീഹുൽ ബുഖാരി വോളിയം 7 ബുക്ക് 64 ഹദീസ് നമ്പർ 268. ഇതിൽ പറയുന്നത്, അബൂ ഹുറൈറ പറയുന്നത്, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, എന്തു പറഞ്ഞു? വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് നല്ലത്. ഇത് ആദ്യം പറഞ്ഞത് ആരാണെന്ന് നമുക്കറിയാം. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 35-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതാണ്. പക്ഷെ അബൂ ഹുറൈറ പറഞ്ഞു, ഇത് ഇസ്ലാമിന്റെ പ്രവാചകൻ പറഞ്ഞതാണ്. കേട്ടുനിന്ന മുസ്ലിം ജനങ്ങൾക്ക് സംശയം തോന്നി. അവരദ്ദേഹത്തെ കയ്യോടെ ചോദ്യം ചെയ്തു, അബൂ ഹുറൈറേ, നീ സത്യം പറയുക, ഇത് ഇസ്ലാമിന്റെ പ്രവാചകൻ, ഇത് ഹസ്രത്ത് മുഹമ്മദ് പറഞ്ഞ ഹദീസ് തന്നെയാണോ? അബൂ ഹുറൈറ അവിടെ തുറന്ന് സമ്മതിക്കുകയുണ്ടായി, ഇല്ല, ഇത് ഞാൻ കെട്ടിച്ചമച്ച ഹദീസാണ്.
ഞാൻ കെട്ടിച്ചമച്ച ഹദീസ് ഇമാം ബുഖാരി പിന്നെ എന്തിനാ സഹിയായ ബുഖാരിയിൽ ഉൾപ്പെടുത്തി പ്രിയ സ്നേഹിതരെ? കാരണമുണ്ട്. കാരണം ഈ ഹദീസ് നല്ലൊരു ഹദീസാണ്. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് നല്ലതെന്നുള്ളത് നല്ലൊരു പ്രമാണമാണ്. അത് കെട്ടിച്ചമച്ചതാണെങ്കിലും നല്ല ഹദീസ് ആയതുകൊണ്ട് ഇമാം ബുഖാരി അത് രേഖപ്പെടുത്തി. നല്ലതാണെങ്കിൽ അസത്യമാണെങ്കിലും അദ്ദേഹം രേഖപ്പെടുത്തും. ഇനിയും നല്ലതല്ലെങ്കിലോ മറ്റൊരു ഹദീസ് കൂടെ കാണിക്കാം. സഹീ അൽ ബുഖാരി വോള്യം 6 ബുക്ക് 60 ഹദീസ് നമ്പർ 50. സഹീ അൽ ബുഖാരി ബുക്ക് വോള്യം 6 ബുക്ക് 60 ഹദീസ് നമ്പർ 50. സഹീ അൽ ബുഖാരി സൂറത്ത് അൽ ബഖറയിലുള്ള ഒരു ആയത്തിനെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു വന്നിട്ട് പറയുകയാണ്, ഈ ആയത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എന്ന് പറഞ്ഞ് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടു. ആ വാചകം അദ്ദേഹം പൂർത്തിയാക്കിയില്ല. ഒരു വാചകത്തിന്റെ മധ്യത്തിൽ വെച്ച് അദ്ദേഹം അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടു. അർത്ഥമില്ലാതെ തൂങ്ങിക്കിടക്കുന്ന ഒരു ഹദീസായി അത് കിടക്കുകയാണ്. കാരണം എന്താണ്? ആ ഹദീസ് മോശമാണ്. ആ ഹദീസ് മോശമായതുകൊണ്ട് സത്യമാണെങ്കിലും ഇമാം ബുഖാരി അത് മറച്ചു വെക്കും. അപ്പോൾ ഇമാം ബുഖാരിയുടെ പ്രമാണം എന്താണ്? നല്ലതാണെങ്കിൽ അസത്യമാണെങ്കിലും അദ്ദേഹം എഴുതി ചേർക്കും. അല്ല, മോശമായ ഒരു ഹദീസാണെങ്കിൽ അദ്ദേഹം അത് മധ്യത്തിൽ വെച്ച് മറച്ചു വെക്കുവാനും തയ്യാറാകുന്ന ഒരു ഇമാമാണ് ഈ ഇമാം ബുഖാരി. ഈ ഇമാം ബുഖാരിയാണോ ഏറ്റവും ആധികാരികമായ പണ്ഡിതൻ? നിങ്ങളിത് മനസ്സിൽ ഓർത്തിരിക്കുക. ഇബ്നു ഇസ്ഹാഖ് എഴുതുമ്പോൾ, ഞാൻ തുടർന്ന് എൻ്റെ ഉത്തരങ്ങളിൽ കാണിക്കാവുന്നതാണ്, ഇബ്നു ഇസ്ഹാഖ് എഴുതുമ്പോൾ ഇബ്നു ഇസ്ഹാഖ് കാര്യങ്ങൾ അതേപോലെ അങ്ങ് എഴുതും. ഇമാം ബുഖാരി ഇടയ്ക്ക് വെച്ച് നിർത്തും, മറച്ചു വെക്കും. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ക്രൈസ്തവ വിമർശനങ്ങളെ വിമർശിച്ചതിനുള്ള മറുപടിയിലേക്ക് വരാം. ഒന്നാമത് ധന്യനായ അപ്പോസ്തലനായ പൗലോസിനെതിരെയുള്ള ആരോപണങ്ങളാണ്. ധന്യനായ പൗലോസ് ലീഹയ്ക്കെതിരെ മുസ്ലിം പ്രഭാഷകൻ പറയുകയുണ്ടായി, അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിന്റെ അടിസ്ഥാനത്തിലും അപ്പോസ്തല പ്രവൃത്തി 22-ാം അധ്യായത്തിന്റെ അടിസ്ഥാനത്തിലും ഇദ്ദേഹത്തെ അപ്പോസ്തലനായ പൗലോസിന് വെളിപ്പാട് ലഭിച്ചപ്പോൾ കൂടെയുള്ളവർ കേട്ടോ കേട്ടില്ലയോ എന്നുള്ള കാര്യത്തിൽ അപ്പോസ്തലനായ പൗലോസിന് സംശയമാണ് എന്ന് അവരിവിടെ ഉന്നയിക്കുകയുണ്ടായി. കാരണം ഒരിടത്ത് കേട്ടുവെന്നും ഒരിടത്ത് കേട്ടില്ല എന്നും എഴുതി വച്ചിരിക്കുന്നത് കൊണ്ടാണ്. ഇതൊരു വൈരുദ്ധ്യമാണ്. അപ്പോസ്തലനായ പൗലോസിന് അറിയില്ല എന്ന് ഇവർ പറയുകയുണ്ടായി. പ്രിയ സ്നേഹിതരെ, ഇവർ ഒരു കൺകോർഡൻസ് ഉപയോഗിച്ചിരുന്നുവെങ്കിൽ, സ്ട്രോങ്ങിന്റെ കൺകോർഡൻസ് G191 അനുസരിച്ച് അക്വ എന്ന പദമാണ്, ഗ്രീക്ക് പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ പദത്തിന് 3 അർത്ഥങ്ങളുണ്ട്. അക്വയുടെ 1-ാം അർത്ഥം എന്ന് പറയുന്നത് കേൾക്കുവാനുള്ള ശക്തി, കേട്ടു, ശബ്ദം കേട്ടു. അക്വയുടെ 2-ാമത്തെ അർത്ഥം എന്ന് പറയുന്നത് കേട്ടു മനസ്സിലാക്കുവാനുള്ള ശക്തി, കേട്ട കാര്യം മനസ്സിലായി. അക്വയുടെ 3-ാമത്തെ അർത്ഥം കേട്ട കാര്യം, മനസ്സിലാക്കിയ കാര്യം അനുസരിക്കുക എന്നുള്ള അർത്ഥമാണ്. ഒന്നാമത് പൗലോസ് ലീഹ പറഞ്ഞപ്പോൾ അവർ കേട്ടില്ല എന്ന് പറയുമ്പോൾ അവർ കേട്ടു, പക്ഷേ മനസ്സിലാക്കിയില്ല. അവരൊരു ശബ്ദം കേട്ടു, എന്നാൽ കേട്ടത് അവർക്ക് മനസ്സിലായില്ല. ഇതിലെന്ത് വൈരുദ്ധ്യമാണുള്ളത്? ഇത് നമ്മൾ മലയാള പദങ്ങൾ ഉപയോഗിച്ചാൽ പോലും മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഞാൻ പറയുന്നത് നീ അങ്ങ് കേട്ടാൽ മതി എന്ന് പറഞ്ഞാൽ, ഞാൻ പറയുന്നത് നീ കേട്ടാൽ മതി എന്നാണോ അതോ കേട്ട് അനുസരിക്കണം എന്നുള്ള അർത്ഥത്തിലാണോ നമ്മൾ പറയുന്നത്? സാധാരണ യുക്തി ഉപയോഗിച്ചാൽ പോലും കൃത്യമായി മനസ്സിലാക്കുന്ന വിഷയങ്ങളെ ഏതോ ഗൗരവമായ വിഷയമായിട്ടാണ് ഇസ്ലാം പ്രഭാഷകൻ ഇവിടെ അവതരിപ്പിച്ചത്. അഥവാ പൗലോസ് ലീഹയ്ക്ക് വെളിപ്പാട് ലഭിച്ചപ്പോൾ അദ്ദേഹത്തിന് കേട്ടോ കേട്ടില്ലയോ എന്നുള്ള കാര്യത്തിൽ സംശയമായിരുന്നു പോലും. ഇനി ഹസ്രത്ത് മുഹമ്മദിന് വെളിപ്പാട് ലഭിച്ചപ്പോൾ എങ്ങനെയാണ്? അതും കൂടി ഒന്ന് നമുക്ക് പരിശോധിക്കാം. സഹീ ബുഖാരി വോള്യം 1 ബുക്ക് 1 ഹദീസ് നമ്പർ 3 പ്രകാരം
ദൂതനെന്ന് അവകാശപ്പെട്ടതായ ഒരു മലക്ക്, ദൂതനെന്ന് അവകാശപ്പെട്ടതായ ഒരു മാലാക ഹസ്രത്ത് മുഹമ്മദിന് പ്രത്യക്ഷപ്പെടുകയും നിർദ്ദയം യാതൊരു കാരുണ്യവും കൂടാതെ അദ്ദേഹത്തെ വളരെ ശക്തമായി അമർത്തുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഈ തിക്തമായ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ സഹീഹ് ബുഖാരി രേഖപ്പെടുത്തുന്നത്, ഹസ്രത്ത് മുഹമ്മദ് പറഞ്ഞു, എനിക്കെന്തോ സംഭവിച്ചിരിക്കുന്നു. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നല്ലതല്ലാത്ത കാര്യങ്ങളെ പകുതി മാത്രം അവതരിപ്പിക്കുന്ന ഒരു സ്വഭാവമാണ് ഇമാം ബുഖാരിക്കുള്ളത്. ഈ കാര്യത്തിന്റെ പൂർണ്ണകാര്യം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇബ്നു ഇശാഖിലേക്ക് പോകാം. സിറത്ത് റസൂലുള്ള ഇബ്നു ഇശാഖ് പേജ് 106, 107 പ്രകാരം ഹസ്രത്ത് മുഹമ്മദ് ധരിച്ചത് തനിക്ക് വെളിപ്പെട്ട ദൂതൻ പിശാചിന്റെ ദൂതനാണ് എന്നാണ് ഇബ്നു ഇശാഖ് വളരെ കൃത്യമായിട്ട് എഴുതി വച്ചിരിക്കുന്നത്. അഥവാ വെളിപ്പാട് ലഭിച്ചു എന്ന് അവകാശപ്പെട്ട പ്രവാചകന് കിട്ടിയ വന്ന ആത്മാവ് ഏതാണെന്ന് വിവേചിക്കുവാനുള്ള ശക്തി പോലും ഉണ്ടായിരുന്നില്ല. അത് ദൈവത്തിൽ നിന്ന് വന്ന ആത്മാവാണോ അതോ പിശാചിൽ നിന്ന് വന്ന ആത്മാവാണോ എന്ന് സംശയം. ആര് പറഞ്ഞു? ഇബ്നു ഇശാഖ് പറഞ്ഞു. എന്നിട്ട് വളരെ കഠിന പരിശ്രമം ചെയ്ത് ഇദ്ദേഹം ഹസ്രത്ത് മുഹമ്മദിന്റെ ആദ്യ ഭാര്യ ബന്ധുവും കൂടെ ധരിപ്പിച്ചതാണ് ഹസ്രത്ത് മുഹമ്മദിനോട് ഇത് സാത്താന്റെ ദൂതനല്ല, ദൈവത്തിന്റെ ദൂതനാണ് എന്ന്. പ്രിയ സ്നേഹിതരെ, ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, ഒരു പ്രവാചകന് ആത്മാവിനെ വിവേചിക്കുവാനുള്ള കഴിവില്ലെങ്കിൽ അദ്ദേഹത്തെ പ്രവാചകനായി നമുക്ക് അംഗീകരിക്കുവാൻ കഴിയുമോ? അല്ല, എൻ്റെ മുസ്ലിം സ്നേഹിതർ സമ്മതിക്കുമോ? അവരുടെ പ്രവാചകനേക്കാൾ ആത്മാവിനെ വിവേചിക്കുവാൻ കഴിയുന്നത് സാധാരണ ക്രൈസ്തവർക്കാണ് എന്ന് അവരുടെ ഈ കഥയുടെ അടിസ്ഥാനത്തിൽ മുസ്ലിം സ്നേഹിതർ അംഗീകരിക്കുവാൻ തയ്യാറാണോ? അപ്പൊ ധന്യനായ പൗലോസ്ലിയയ്ക്ക് കേട്ടോ കേട്ടില്ലയോ എന്നുള്ള കാര്യത്തിലായിരുന്നു സംശയമെങ്കിൽ അതിന് ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞതാണ്. ഹസ്രത്ത് മുഹമ്മദിന് സംശയം, തനിക്ക് വന്ന വെളിപ്പെട്ട ദൂതൻ ആര് എന്നുള്ളതായിരുന്നു. ഇതൊരു പ്രശ്നമല്ലേ? വീണ്ടും അദ്ദേഹം പൗലോസ്ലിയയ്ക്കെതിരെ കടന്നാക്രമിക്കുന്നത്, പറയുന്നത് പൗലോസ്ലിയയ്ക്ക് വെളിപ്പാട് ലഭിച്ചത് പിശാചിൽ നിന്നാണ് പോലും. ഇതിനാധാരമായി അദ്ദേഹം അവതരിപ്പിച്ച വാക്യം 2 കൊരിന്ത്യർ 12 അധ്യായം അതിന്റെ 7-8 വാക്യങ്ങളാണ്. 2 കൊരിന്ത്യർ 12 അധ്യായം 7-8 വാക്യങ്ങളിൽ ധന്യനായ സ്ലീഹ ഇപ്രകാരം രേഖപ്പെടുത്തി, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ. ഈ വാക്യം പശ്ചാത്തലത്തിൽ നിന്ന് അടർത്തിയെടുത്തതിന് ശേഷം ഇസ്ലാം പ്രഭാഷകൻ ഇവിടെ ആരോപിച്ചത് നമ്മുടെ ധന്യനായ സ്ലീഹയ്ക്ക് നമ്മുടെ പ്രിയങ്കരനായ അനുഗ്രഹീതനായ അപ്പോസ്തലന് വെളിപ്പാട് ലഭിച്ചത് പിശാചിന്റെ കയ്യിൽ നിന്ന് ആണ് പോലും. പ്രിയ സ്നേഹിതരെ, ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചു വായിക്കൂ. അവിടെ എന്താണ് പറയുന്നത്? ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. തൊട്ടടുത്ത വാക്യം 2 കൊരിന്ത്യർ 12:10 വായിച്ചാൽ അറിയാം, അത് ശാരീരികമായുള്ള ഏതോ ബലഹീനതയുടെ കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ഇത് തന്നെ ഗലാത്യ ലേഖനം 4:13-15 നമുക്ക് വായിക്കുന്നുണ്ട്. എന്നാൽ ഇത് കർത്താവായ യേശു ക്രിസ്തു അനുവദിച്ചതും എന്തിനു വേണ്ടിയാണ് എന്ന് പറയുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് അനുവദിച്ചത്? ഇവിടെ പറയുന്നത് ക്രിസ്തുവിന്റെ ശക്തിയും കൃപയും തെളിഞ്ഞു കാണേണ്ടതിന് അനുവദിക്കപ്പെട്ടു എന്നുള്ളതേ ഉള്ളൂ. ഈ ദൂതനെ തിരിച്ചറിയുവാനുള്ള കഴിവ് ധന്യനായ സ്ലീഹയ്ക്കുണ്ടായിരുന്നു. ഈ ദൂതൻ ആക്രമിച്ചപ്പോഴും ക്രിസ്തുവിന്റെ കൃപ മതി എന്നാണ് ഈ സംഭവത്തിലൂടെ തെളിഞ്ഞത്. അല്ലാതെ ദൂതനിൽ നിന്ന് വെളിപ്പാട് ലഭിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന്റെ സ്വന്തം ആരോപണമാണ്, അല്ലാതെ ബൈബിൾ പറയുന്നതല്ല. ഇനിയും എന്ന് മാത്രമല്ല, അപ്പോസ്തലനായ പൗലോസ് ഒരു ശ്രേഷ്ഠ സത്യ അപ്പോസ്തലനാണ് എന്നുള്ള കാര്യം മറ്റൊരു അപ്പോസ്തലനും കൂടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്.
2 പത്രോസ് 3:15 പത്രോസ് ലീഹ പറഞ്ഞു തന്നത്, ധന്യനായ പൗലോസ് ലീഹ സത്യവാനായ ഒരു അപ്പോസ്തലൻ തന്നെ. അദ്ദേഹത്തിന്റെ എഴുത്തുകൾ മറ്റു തിരുവെഴുത്തുകൾ പോലെ തന്നെയാണ്. പ്രിയ സ്നേഹിതരെ, നമ്മുടെ പ്രിയങ്കരനായ അനുഗ്രഹീതനായ പൗലോസ് ലീഹയ്ക്കെതിരെ പശ്ചാത്തലത്തിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് ഒരു വിരൽ ചൂണ്ടുമ്പോൾ ഈ ഇസ്ലാം പ്രഭാഷകൻ ഓർത്തിരിക്കണമായിരുന്നു, അവരുടെ പ്രവാചകനെതിരെ ചൂണ്ടുന്നത് 4 വിരലുകളാണ്. പശ്ചാത്തലത്തിൽ നിന്ന് അടർത്തിയെടുത്തതായ ഒരു ആരോപണം കൊണ്ട് നമ്മുടെ അപ്പോസ്തലനെതിരെ വിരൽ ചൂണ്ടിയപ്പോൾ ഈ ഇസ്ലാം പ്രഭാഷകൻ ആലോചിക്കണമായിരുന്നു, അവരുടെ പ്രവാചകനെതിരെ അവർ ചൂണ്ടുന്നത് 4 വിരലുകളാണ്. ഞാനിത് പറയാനുള്ള കാരണം എന്താ? തെളിവുകൾ ഞാൻ തരാം. പിശാചിൽ നിന്ന് വെളിപ്പാട് ലഭിച്ചത് ഞങ്ങളുടെ അപ്പോസ്തലനാണോ ഇനി നിങ്ങളുടെ അപ്പോസ്തലനാണോ എന്ന് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് നോക്കാം. സഹീഹ് അൽ ബുഖാരി, ഞാൻ മുമ്പ് പറഞ്ഞത് നിങ്ങളുടെ മനസ്സിൽ ഓർത്തിരിക്കണം. ഇമാം ബുഖാരി എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി വെളിപ്പെടുത്തുന്ന ഒരു സ്വഭാവമുള്ള ആളല്ല. എന്നാൽ അദ്ദേഹം വെളിപ്പെടുത്തുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. സഹീഹ് അൽ ബുഖാരി വോളിയം 6 ബുക്ക് 60 ഹദീസ് നമ്പർ 385 പ്രകാരം സൂറ 53 ഹസ്രത്ത് മുഹമ്മദ് ഓതിക്കഴിഞ്ഞപ്പോൾ സൂറ 53 ഹസ്രത്ത് മുഹമ്മദ് ഓതിക്കഴിഞ്ഞപ്പോൾ അവിടെയുണ്ടായിരുന്നതായ ജാതികളും ഇസ്ലാം വിരുദ്ധരും എല്ലാവരും ഒരുമിച്ച് ഹസ്രത്ത് മുഹമ്മദിനോടൊപ്പം നിസ്കരിച്ചു എന്ന് ഇമാം ബുഖാരി രേഖപ്പെടുത്തുന്നു. ഞങ്ങൾ ചോദിക്കുന്നു, സൂറ 53 ഓതിയപ്പോൾ അന്നേവരെയും ഹസ്രത്ത് മുഹമ്മദിനെ വിമർശിച്ചതായ വിമർശകർ എന്തുകൊണ്ട് മുട്ടുകുത്തി? അതിന് ഇമാം ബുഖാരി ഉത്തരം പറയുന്നില്ല. പക്ഷെ ഇബ്നു ഇശാഖ് ഉത്തരം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവർ പറയുന്നത്, ഇബ്നു ഇശാഖിന്റെ പുസ്തകം കൊണ്ടുവരരുതേ, 100 വർഷത്തിനുള്ളിൽ എഴുതിയ ഇബ്നു ഇശാഖിന്റെ പുസ്തകം കൊണ്ടുവരരുത്, 200 വർഷത്തിന് ശേഷം എഴുതിയ ബുഖാരിയുടെ ബുക്കുകളാകാം, ആദ്യമേ എഴുതിയ ഇബ്നു ഇശാഖിന്റെ പുസ്തകം കൊണ്ടുവരരുത്. കാരണം സൂറ 53 ഓതിക്കഴിഞ്ഞപ്പോൾ അന്നുള്ളവർ എന്തുകൊണ്ട് നിസ്കരിച്ചു എന്ന് ഇബ്നു ഇശാഖ് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. സിറത്ത് റസൂൽ ഇബ്നു ഇശാഖ് പേജ് 166. ഇബ്നു ഇശാഖ് പേജ് 166. ഇബ്നു ഇശാഖ് പറയുന്നത്, അന്ന് അക്കാലത്തൊക്കെയും മെക്കായിലെ വിഗ്രഹാരാധികൾ ആരാധിച്ചിരുന്നതായ മെക്കായിലെ വിഗ്രഹാരാധികൾ അല്ലാഹുവിന്റെ പെൺമക്കളായി കരുതിയിരുന്ന അലത്ത്, അൽ ഉസ്സ, മനത്ത് എന്നീ 3 പേരുടെ മധ്യസ്ഥ പ്രാർത്ഥന, അന്ന് വരെ മെക്കായിലെ വിഗ്രഹാരാധികൾ കരുതിയിരുന്ന അല്ലാഹുവിന്റെ പെൺമക്കൾ എന്ന് കരുതിയിരുന്ന ഈ 3 പേരുടെ മധ്യസ്ഥ പ്രാർത്ഥന ഹസ്രത്ത് മുഹമ്മദ് സ്വീകാരികമാണ് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അന്നേവരെയും ഇസ്ലാമിനെ വിമർശിച്ചു കൊണ്ടിരുന്നവർ അവിടെ മുട്ടുകുത്തിയത്. ഇത് പിൽക്കാലത്ത് അറിയപ്പെട്ടത് സാത്താന്റെ വചനം എന്നാണ്. കാരണം അല്പം കഴിഞ്ഞ ശേഷം ഹസ്രത്ത് മുഹമ്മദ് ആ ആയത്ത് പിൻവലിച്ചു. അപ്പോൾ ആർക്കാണ്? അദ്ദേഹം തന്നെ പറഞ്ഞു, ഇബ്നു ഇശാഖ് പ്രകാരം അദ്ദേഹം തന്നെ മനസ്സിലാക്കി ഇത് പിശാചിൽ നിന്ന് ലഭിച്ച വെളിപ്പാടാണ്. അപ്പോൾ ആർക്കാണ് പിശാചിൽ നിന്ന് വെളിപ്പാട് ലഭിച്ചത്? അനുഗ്രഹീതനായ ഞങ്ങളുടെ അപ്പോസ്തലനോ അതോ നിങ്ങളുടെ അപ്പോസ്തലനോ? പ്രിയ മുസ്ലിം സ്നേഹിതരെ, മനസ്സ് തുറന്ന് നിഷ്പക്ഷമായിട്ട് ഒന്ന് ചിന്തിക്കുക. ഇത് മതങ്ങൾ തമ്മിലുള്ള സംവാദമല്ല. ഇതിനെന്തെങ്കിലും മറുപടി പറഞ്ഞിട്ട് പോയാൽ മതിയെന്നുള്ളതല്ല. ഇത് നിങ്ങളുടെ നിത്യജീവന്റെ പ്രശ്നമാണ്. നിങ്ങൾ തുറന്ന മനസ്സോടി നിഷ്പക്ഷമായിട്ടൊന്ന് ആലോചിച്ചു നോക്കൂ. ഇത് ഇബ്നു ഇശാഖ് മാത്രമല്ല പറഞ്ഞത്. അൽ തബരി, ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ചരിത്രകാരൻ, ഹിസ്റ്ററി ഓഫ് അൽ തബരി വോള്യം 6 പേജ് 108, 109, 111 ഇതേ സംഭവം അപ്രകാരം തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇബ്നു ഇശാഖ് മാത്രമല്ല, ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ചരിത്രകാരനും രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവമാണ്.
ഇതിന് സാധാരണയായി മുസ്ലിം ദാവാ പ്രഭാഷകർ പറയാറുള്ളത് ഇതിന് സനദില്ലാത്തൊരു സംഭവമായതുകൊണ്ട്, സ്വീകാര്യമായ പരമ്പരയില്ലാത്ത സംഭവമായതുകൊണ്ട് ഞങ്ങൾ അതിനെ തള്ളിക്കളയുന്നു. അത് വിശ്വസ്തമായ ഒരു സംഭവമല്ല. ആര് പറഞ്ഞു സനദില്ലെന്ന്? പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ മുഹമ്മദ് സഹാബ് അഹമ്മദ് എന്ന് പറഞ്ഞ വിദ്യാർത്ഥി അദ്ദേഹത്തിന്റെ ഡോക്ടറൽ തീസിസ് 1999 ഡോക്ടറൽ തീസിസ്, ഈ വിശ്വാസിയായ മുസ്ലിമിന്റെ ഡോക്ടറൽ തീസിസ് ഈ വിഷയത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. അദ്ദേഹം പറയുന്നത് പുരാതനമായ 37 ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ ഈ വിഷയം അപ്രകാരം സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് മാത്രമല്ല, അനേക സനദുകൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. പേജ് 229 നിന്ന് ഉദാഹരണമായി ഒരു സനദ് മാത്രം ഞാൻ തരുകയാണ്. യൂസഫ് ബി ഹമ്മദ്, ഉമയ്യ ബി ഖാലിദ്, സുബയ്യ, അബൂ ബിഷാർ, സലത് ബി ജുബൈർ, ഇബ്ൻ അബ്ബാസ്. സനദാണ് ഞാൻ പറഞ്ഞത്, പരമ്പരയാണ് ഞാൻ പറഞ്ഞത്. ഈ പരമ്പരയിൽ നിന്ന് ഈ കഥ, ഈ സംഭവം അപ്രകാരം തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ദാവാ പ്രഭാഷകരെ, മുസ്ലിം പ്രഭാഷകരെ, പണ്ഡിതന്മാരെ, സനദില്ല എന്ന് പറഞ്ഞ് ഇനിയും ഈ സംഭവം തള്ളിക്കളയേണ്ട കാര്യമില്ല. സനദുണ്ട്. ഒരു മുസ്ലിം വിശ്വാസി പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ, ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയായ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടറൽ തീസിസിൽ നിന്നാണ് ഞാൻ ഈ ഉദ്ധരിച്ചത്. ആ ഡോക്ടറൽ തീസിസ് ഞങ്ങളുടെ കൈവശമുണ്ട് താനും. രണ്ടാമത് വീണ്ടും അവർ പറഞ്ഞത്, നമ്മുടെ ധന്യനായ അപ്പോസ്തലനായ പൗലോസ് കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി, ന്യായപ്രമാണത്തിന് വിരോധമായി ഒട്ടനവധി കാര്യങ്ങൾ ധന്യനായ അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. അങ്ങനെ നമ്മുടെ ധന്യനായ അനുഗ്രഹീതനായ അപ്പോസ്തലൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനും ന്യായപ്രമാണത്തിനും വിരോധമായിരുന്നു എന്ന് വരുത്തി തീർക്കുവാനുള്ള ഒരു വൃത്തസമം ഈ ഇസ്ലാം പ്രഭാഷകൻ ചെയ്യുകയുണ്ടായി. മത്തായി സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 26-ാം വാക്യം ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ ന്യായപ്രമാണം തുടർന്നാൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകും. എന്നാൽ ധന്യനായ പൗലോസ് ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൽ പറഞ്ഞു, വിശ്വാസം കാരണമാണ് നിങ്ങൾക്ക് രക്ഷയുണ്ടാകുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന് വിരോധമായി പഠിപ്പിച്ചത് ധന്യനായ സ്ലീഹയാണ് എന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമം നടത്തി. ഈ സുഹൃത്തുക്കളോട് പറയുവാനുള്ളത്, അതേ മത്തായി സുവിശേഷം 19-ാം അധ്യായം 21-ാം വാക്യം ഒന്ന് വായിച്ചിരുന്നുവെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു പറയുന്നത് എന്നെ അനുഗമിക്ക എന്നാണ്. എന്നെ അനുഗമിക്ക എന്നാണ്. എന്ന് മാത്രമല്ല, കർത്താവായ യേശു ക്രിസ്തു തന്നെ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 3 മുതൽ 6 വരെയുള്ള വാക്യത്തിൽ പറഞ്ഞു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ ആർക്കും കഴിയുകയില്ല. ജഡത്താൽ ജനിച്ചത് ജഡം, ആത്മാവിനാൽ ജനിക്കുന്നത് ആത്മാവ്. നിങ്ങൾ ആത്മാവിനാൽ ജനിച്ചില്ല എങ്കിൽ നിങ്ങൾ നിത്യജീവനെ അവകാശമാക്കുവാൻ കഴിയില്ല എന്നുള്ളത് കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ച പ്രമാണമാണ്. അതേ പ്രമാണം തന്നെയാണ് അപ്പോസ്തലനായ പൗലോസും പഠിപ്പിച്ചത്. എന്നാൽ ഈ മുസ്ലിം സ്നേഹിതരോട് എനിക്ക് ചോദിക്കുവാനുള്ളത്, രക്ഷയെപ്പറ്റി ഇസ്ലാമിന്റെ പഠിപ്പീരെന്താണ്? രക്ഷയെപ്പറ്റി സൂറ 2:25 പറയുന്നത്, വിശ്വാസവും സൽപ്രവൃത്തിയും ഉണ്ടെങ്കിൽ ആധാരമായിരിക്കണം രക്ഷ. നിങ്ങൾക്ക് പർദീസ വേണമെങ്കിൽ, നിങ്ങൾക്ക് നിത്യജീവൻ വേണമെങ്കിൽ വിശ്വാസവും സൽപ്രവൃത്തിയും വേണമെന്ന് ഖുറാന്റെ ഒരു ആയത്ത് ഓതി. എന്നാൽ അതേ ഖുറാൻ തന്നെ സൂറ 24:21 പറയുന്നത്, നിങ്ങൾക്ക് പർദീസ ലഭിക്കണമെങ്കിൽ അത് അല്ലാഹുവിന്റെ അനുഗ്രഹവും കാരുണ്യവുമാണ്, പ്രവൃത്തിയല്ല, അത് കാരുണ്യമാണ്.